ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനി പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധി രവിയോടായിട്ട് പണം ചോദിക്കുന്ന സമയത്ത് രവി പണം നൽകിയില്ല എന്ന് പറയുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ തന്നെ രവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് സുധി. ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, നീ മിണ്ടാതെ പോയിക്കോളണം, എനിക്ക് തരാൻ പണത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നീ മോഷ്ടിച്ചോണ്ട് പോയി കുറച്ച് പണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തക്കതായ മറുപടി തന്നെ രവി പറയുന്നുണ്ട്. അങ്ങനെ സുധിയുടെ വായടപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ കട്ടിലിൻ്റെ അടിയിൽ കടന്നുകൊണ്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഏത് വിധേയൊന്ന് പുറത്ത് ചാടുകയും വേണം, വീഡിയോ തനിക്ക് കിട്ടിയതുമില്ല, ആകെ ടെൻഷനിലാണ് ശ്രുതി ഉള്ളത്. എന്നാൽ സച്ചി രേവതി ആവട്ടെ ശ്രുതി കട്ടിലിൻ്റെ അടിയിലുണ്ട് എന്നറിയാതെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി ഭക്ഷണം വാരി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംസാരിച്ച് കഴിഞ്ഞ് രേവതി കൈയെ കഴുകാണ്ട് പോകുന്ന സമയത്താണ് സച്ചി ഇറങ്ങാൻ നേരത്ത് ഫോൺ നോക്കുന്നത്. ഫോൺ കാണാത്തത് കൊണ്ട് തന്നെ രേവതിനെ വിളിച്ച് ചോദിക്കുന്നത്, രേവതിയാണെങ്കിൽ സച്ചിന് ഓർമ്മയില്ലാതെ എവിടെയും വെച്ച് കാണുമെന്ന് പറയുന്ന നേരത്ത് എങ്ങും വെച്ചിട്ടില്ല, ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചാണ്, പക്ഷേ ചാർജ് ചെയ്തിട്ട് കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്വേഷിക്കാൻ കേട്ടോ. റൂം മുഴുവൻ ഇരുവരും അന്വേഷിച്ചതിന് ശേഷം രേവതി ഞാൻ പുറത്ത് പോയിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഈ ഒരു സമയത്ത് കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് ടെൻഷൻ അടിക്കാണ്ട് ശ്രുതി എന്തെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഇരുവരും കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമല്ലോ എന്നുള്ള പേടിയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് ഹോട്ടലിലേക്കുള്ള പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് മഹിമ വരുന്നപ്പോൾ ശ്രീകാന്തിനെ പ്രിയനെ കാണുന്ന സമയത്ത് മഹിമയ്ക്ക് തീരെ പിടിക്കുന്നില്ല. കാരണം ഭയങ്കര ജോളിയായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മഹിമ പ്രിയെ ഒന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ശ്രീകാന്തിനെ തന്നെ രൂക്ഷമായി നോക്കുന്ന സമയത്താണ് ശ്രീകാന്ത് മഹിമയെ കാണുന്നത്. വേഗം തന്നെ ശ്രീകാന്ത് വന്ന് മഹിമയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. മഹിമ നീ എൻ്റെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഹോട്ടലിലേക്കുള്ള പാത്രം മേടിക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് മഹിമ പറയാണ്, നീ എൻ്റെ ഹോട്ടലിലെ ഷെഫല്ലേ, പിന്നെ പാത്രം മേടിക്കാൻ വരേണ്ട കാര്യമാണെന്ന് എന്താണെന്ന് ചോദിക്കുന്ന നേരത്തെ ഇത് പ്രിയയാണ് പുതിയ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഒരു ചെറിയൊരു സഹായം അതിനനുസരിച്ച് മാത്രമാണ് പ്രിയയുടെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നൊക്കെയുണ്ട് ശ്രീകാന്ത്. മാത്രമല്ല പ്രിയനെ മഹിമേനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട്, ആര്യയുടെ പോലുള്ള ഭാഗ്യമാണ് ശ്രീകാന്തിനെ പോലൊരു ഭർത്താവ്, ഇവൻ ഭയങ്കര ജോളിയാണ്, ഭയങ്കര ടാലൻറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പൊക്കി പിടിച്ച് സംസാരിക്കുന്നത്. ഈ ഒരു സംസാരമൊന്നും തന്നെ മഹിമയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആൻറ്റി ഇതൊന്നും വലിയ കാര്യമാക്കൊന്നും വേണ്ട, ഇവിടെ വന്നപ്പോൾ മുതൽ എന്നെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും ഞാൻ ഇവളുടെ കൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചെല്ലട്ടെ, ആൻറ്റി കുക്കർ മേടിക്കാനല്ലേ വന്നത്, അവിടെ കുക്കർ മേടിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. ഉടനെ തന്നെ നമ്മുടെ മഹിമ വർഷയെ വിളിക്കുകയാണ്. ഈ ഇതേ സമയം തന്നെ വർഷ സ്റ്റുഡിയോയിൽ ഡബിങ്ങിൻ്റെ തിരക്കിലായിരിക്കും. ഇപ്പോൾ വിളിച്ചിട്ട് മഹിമ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നെ കാണേണ്ടതുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്തത്. വർഷയാണെങ്കിൽ അമ്മയ്ക്ക് എന്തായിരിക്കും തന്നോട് പറയാനുള്ളത് എന്നുള്ള ടെൻഷനിലാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ ശ്രുതിനെ കാണാത്തതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്. അതിന് നല്ല തക്ക മറുപടി രവി പറയുന്നുണ്ട്. അതിന് ശേഷം തങ്ങളുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്താണ് സച്ചി അവിടെ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്ത്, ഞാനുള്ളിടത്തേക്ക് നിന്റെ ഭാര്യ വരാറില്ലല്ലോ എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി, അത് ശരിയാണല്ലോ, നീ ഉള്ളിടത്തേക്ക് ശ്രുതി വരാറില്ല, അവൾ പിന്നെ എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്തും അപ്പോൾ ഈ ഒരു സമയത്തും കട്ടിലിൻ്റെ അടിയിൽ ശ്വാസം മുട്ടി നിൽക്കാണ്ട് ശ്രുതി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് രവി ചോദിക്കുന്നത്, മോളെന്ത് ഇത്ര കാര്യമായിട്ട് തിരക്കുന്നത് എന്ന് ചോദിക്കുന്ന സച്ചിയുടെ ഫോൺ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രവിയും കൂടെ കൂടിയിട്ട് എല്ലായിടത്തും ഫോൺ ഇങ്ങനെ അന്വേഷിച്ചെടുക്കണം. മാത്രമല്ല ഇതിനിടയിൽ തന്നെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇന്നലെ അവൻ വെള്ളം അടിച്ചിട്ടാണ് വന്നത് ഇത്ര ഓർമ്മയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനെന്ന് ചോദിക്കുന്ന നേരത്ത്, അങ്ങനെയൊന്നുമില്ല സച്ചേട്ടൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കുളിക്കാൻ കയറിയതെന്ന് പറയുന്നു. പക്ഷേ ചാർജറിൻ്റെ അടുത്ത് ഫോൺ ഇട്ട് കാണുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേസമയം തന്നെ സച്ചിയുടെ റൂമിലിരുന്നിട്ട് തൻ്റെ ഫോൺ കിട്ടാത്തതിൻ്റെ ടെൻഷനിലാണ്. എവിടെയായിരിക്കും താൻ ഫോൺ വെച്ചത്, താൻ ചാർജ് ചെയ്യാൻ വെച്ചാൽ നല്ല ഓർമ്മയുണ്ട്, പിന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ കിട്ടിയില്ല എന്ന് മറുപടിയും പറയട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ കിട്ടാത്തതിൻ്റെ ടെൻഷനിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ശ്രുതി വേഗം ഇറങ്ങി വന്നിട്ട് കട്ടിലിൻ്റെ കാലിൻ്റെ ചോട്ടിലായിട്ട് ഈ ഫോൺ വെച്ചിട്ട് ഇറങ്ങി ഓടിപ്പോവുകയാണ്. അതിനുശേഷം ഒന്നും അറിയാത്ത രീതിക്ക് തന്നെ ഹാളിലേക്ക് കയറി വരുന്ന സമയത്ത് ശ്രുതി അവിടെ ഉണ്ടാവും. ശ്രുതി വേഗം നോക്കിക്കൊണ്ട്, ശ്രുതി നീ എവിടെയായിരുന്നു ചോദിക്കുന്ന സമയത്ത് ഞാൻ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്നു എന്ന് ശ്രുതി മറുപടി പറയുകയാണ്. ടെറസിൻ്റെ മുകളിലേക്ക് ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്ന് പരിങ്ങാട്ടെ എന്നിട്ട് പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ മീരയുടെ കോൾ വന്ന് ഞാനപ്പോൾ ടെറസിൻ്റെ ബാക്ക് സൈഡിലൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ശ്രുതി കള്ളം പറയുന്നിടത്ത്, ഓ നീ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയ സമയത്തായിരിക്കും ഞാൻ ഫ്രണ്ട് സൈഡിൽ കൂടെ കയറിയത് അല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറയുകയാണ്, എന്തായാലും ഞാൻ റൂമിലൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ചെന്ന് റൂമിലേക്ക് നോക്കുന്ന സമയത്താണ് കട്ടിൻ്റെ കാലിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഫോൺ കിടക്കുന്നത് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി ഈ ഒരു ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സച്ചി ചിന്തിക്കുന്നത്, ഈ ഒരു ഫോൺ എങ്ങനെ ഇവിടെ വന്നു, ഞാൻ ഇവിടെയല്ല, ഞാൻ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ കുടി കാരണമാണ് സച്ചിയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നത് രേവതി പറയുമ്പോഴത്തേക്കും രേവതി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത നേരത്തെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും രേവതി പറയുന്നത്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് പ്രായമായി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. സച്ചിയാണെങ്കിലോ രേവതി പോയതിന് തൊട്ട് പിന്നെ അതിനെ കണ്ണാണ്ട്
വെളിയിലേക്ക് നോക്കിയതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല, എന്തായാലും ഫോൺ കിട്ടിയില്ലോ എന്നുള്ള ആശ്വാസത്തോടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന രേവതി നേരെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് ശരത്തും ലക്ഷ്മിയും ദേവും ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചിനെ രേവതിനെ കാണുമ്പോൾ ദേവുവിന് ഭയങ്കര സന്തോഷമാവുന്ന ദേവ് പറയുന്നുണ്ട്, എന്തായാലും സച്ചേട്ടൻ എന്നെ ഒന്ന് ആ ജോലി സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്തേക്ക്, ഞാനും വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ദേവുവിനെ കൂട്ടിക്കൊണ്ട് സച്ചി പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ശരത്തും അങ്ങോട്ടേക്ക് വരും. ശരത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് രേവതിനോട് സച്ചിനോടായിട്ട് പെരുമാറുന്നത്. അതിനുശേഷം ശരത്തും പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറയണം, എന്തായാലും എനിക്ക് ഇപ്പോഴാണ് മോളെ വളരെയധികം ആശ്വാസമായത്, അവന് നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ശരത്ത് നേരത്തെ ഇതുപോലെ തന്നെ അല്ലാതെ നമ്മൾ ഇടയ്ക്കൊന്ന് ആരുടെ കൂടിയപ്പോഴാണ് അവൻ തീരെ മോശം സ്വഭാവത്തിലെത്തിയത്. പക്ഷേ ഇപ്പോൾ എന്തായാലും അവൻ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നത്, ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്, എൻ്റെ 3 മക്കൾ നല്ല രീതിയിൽ തന്നെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.